നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കഴിഞ്ഞുപോയ 3 ഘട്ടങ്ങൾ പോലെ അത്ര എളുപ്പമുള്ളതല്ല ഇനി വരാനിരിക്കുന്ന ഘട്ടങ്ങൾ ഓരോ പാർട്ടിയെ സംബന്ധിച്ചും. ബി.ജെ.പിയെ സംബന്ധിച്ച് 2019 50%-ലേറെ വോട്ട് നേടി വിജയിച്ച 224 സീറ്റുകളിൽ 135 എണ്ണം അത് ആദ്യ 3 ഘട്ട തെരഞ്ഞെടുപ്പുകളിലായി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് മുതലുള്ള 4 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടക്കുന്ന 260 മണ്ഡലങ്ങളിൽ 89 എണ്ണം മാത്രമേ ഈ ഗണത്തിൽ വരുന്നുള്ളൂ. അതായത് 50%-ൽ മുകളിൽ വോട്ട് നേടി വിജയിച്ച സീറ്റുകൾ. കഴിഞ്ഞ തവണ നേട്ടമുണ്ടാക്കിയ കർണാടക, മഹാരാഷ്ട്ര തുടങ്ങിയ പല സംസ്ഥാനങ്ങളിലും ഇക്കുറി അത്ര ഈസി വോക്ക് ഓവർ ഉണ്ടാവില്ല എന്നുള്ള വിലയിരുത്തൽ കേന്ദ്ര നേതൃത്വത്തിനുണ്ട് താനും. പ്രജ്വലിന്റെ വിവാദ വീഡിയോയും പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര തർക്കങ്ങളും ഒക്കെയാണ് കർണാടകയിൽ വെല്ലുവിളിയെങ്കിൽ ശിവസേന, NCP പിളർപ്പ് മുതൽ മറാഠ സംവരണം വരെ മഹാരാഷ്ട്രയിൽ വലിയ ചർച്ചയാകുന്നുണ്ട്. ഇത്തവണ ഇവിടെയൊക്കെ പോരാട്ടം കനക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ദില്ലിയിൽ 7 ഇടത്ത് 2019 ബി.ജെ.പി 50%-ലേറെ വോട്ട് നേടിയാണ് വിജയിച്ചത്. ഹരിയാനയിൽ 10 സീറ്റിൽ 9 ഈ ഗണത്തിൽ തന്നെ ഉൾപ്പെടുന്നതായിരുന്നു. എന്തായാലും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും ജാമ്യവും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും വിധി മാറി മറിയാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു പ്രവചനവും നമുക്ക് സാധ്യമല്ല. ഹരിയാനയിൽ കൃഷി നിയമവും അതിനോടൊപ്പം തന്നെ അഗ്നിപത് പദ്ധതിയും എന്തിനധികം സർക്കാരിൽ വലിയ പ്രതിസന്ധികൾ നിലനിൽക്കുന്നുമുണ്ട്. അതേസമയം വോട്ട് കുറഞ്ഞാലും ചില മേഖലകളിൽ, പ്രതീക്ഷിച്ച മേഖലകളിൽ, മുൻ വർഷങ്ങളിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ച മേഖലകളിൽ വോട്ട് കുറഞ്ഞാലും വിജയം ആവർത്തിക്കാം എന്ന് തന്നെയാണ് ബി.ജെ.പി കണക്ക് കൂട്ടുന്നത്. ഇതിന് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്, ലക്ഷ്യം വെക്കുന്നത് 4 സംസ്ഥാനങ്ങളാണ്. UP, ബീഹാർ, ഝാർഖണ്ഡ്, ഹിമാചൽ സംസ്ഥാനങ്ങളിലെ 2019 സീറ്റ് നിലനിർത്താൻ തന്നെയാണ് പാർട്ടി ശ്രമിക്കുന്നത്. ഇതിൽ ഏറെ പ്രധാനം UP തന്നെയാണ്. UPയിൽ കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാൾ അധികം സീറ്റുകൾ നേടാൻ സാധിക്കുമെന്ന് തന്നെയാണ് പാർട്ടിയുടെ നേതൃത്വം വിലയിരുത്തുന്നത്. അതിനനുസരിച്ച് തന്നെയായിരുന്നു അവിടെ പാർട്ടി പ്രവർത്തകർക്ക് നൽകിയ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ. ബംഗാളിൽ ഒരു ചരിത്ര വിജയം കൂടി ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി പ്രതീക്ഷിക്കുന്നുണ്ട്. സർവേകളും മറ്റും അതിനനുകൂലമായ ചില റിപ്പോർട്ടുകൾ നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും 3ാം ഘട്ടം മുതൽ തന്നെ മോദി പ്രചരണത്തിന്റെ നിറം മാറ്റിയതിന് പിന്നിലും മറിച്ചൊന്നുമല്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.